40കളിൽ പൂക്കുന്ന സ്ത്രീ ജീവിതം എന്ന ടോപ്പിക്ക് കിട്ടുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഉറപ്പിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, നമ്മൾ സാമൂഹിക ജീവിതം എന്ന് നമ്മൾ കേട്ട് തഴഞ്ഞ ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സാമൂഹിക ജീവിതം അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കുടുംബജീവിതം, ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഗൊറില്ലകളിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് മുമ്പേ സാമൂഹിക ജീവിതം നയിച്ചിരുന്നത്, അല്ലെങ്കിൽ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പേ ചിമ്പാൻസികളും ഗൊറില്ലകളൊക്കെ തന്നെ സാമൂഹിക ജീവിതം നയിച്ചിരുന്നു. 5 or 8 പേരായി ഉള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നടന്നിരുന്നത്. അതിൽ ഉണ്ടായിരുന്നൊരു സ്ഥാനം മെയിൽ ഡോമിനേഷൻ എന്നാണ്. ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ശക്തനായ മെയിൽ, ആ മെയിലിന് മാത്രം അവൻ കീഴിൽ മറ്റു മെയിലുകളും അതോടൊപ്പം തന്നെ ആണുങ്ങളും അതോടൊപ്പം ആ ഗ്രൂപ്പിലുള്ള സ്ത്രീകളും എന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പരിണമിച്ചു വരുന്ന അല്ലെങ്കിൽ വളർന്നു വന്ന മനുഷ്യൻ അവനൊരു സാമൂഹിക ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഛായ ഉണ്ടായത് സ്വാഭാവികമാണ്. അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്. പുരുഷൻ ഡൊമിനേറ്റ് ചെയ്യുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ സ്ത്രീക്ക് പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യത്തിൽ, അവളുടെ സന്തോഷത്തിൽ വലിയ പരിമിതികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പം തീർച്ചയായും ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അതിൽ ഹോർമോൺ പരമായ പ്രത്യേകതകളായിരിക്കാം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം കിട്ടുന്നത് കൊണ്ടായിരിക്കാം, മറ്റു സാമൂഹിക പശ്ചാത്തലങ്ങൾ കൊണ്ട് പലപ്പോഴും ഒരു സ്ത്രീക്ക് സന്തോഷത്തോടെ വിവാഹത്തിന് ശേഷം തുറന്നു ജീവിക്കാൻ പറ്റുന്നത് കാലഘട്ടം 40കളാണ് എന്ന ഒരു ധാരണയുടെ പുറത്താണ് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് എഴുത്തുകാരിയും അധ്യാപികയുമായ ആർ രാജശ്രീയോടാണ്. ഈ ഒരു കൺസെപ്റ്റിനെ 40കൾക്ക് ശേഷമുള്ള ഒരു ജീവിതം, അത് രാജശ്രീയുടെ ജീവിതവും ഒക്കെ തന്നെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിലെന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഒന്നാമത്തെ കാര്യം, ഇതൊരു അക്കാഡമിക് സെഷനായിട്ട് രൂപപ്പെടുത്തപ്പെട്ടതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അക്കാദമിക്സിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. കുറച്ച് അയഞ്ഞ ഒരു സെഷനായിട്ട് പോവുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം സദസ്സിന് ഇടപെടാനുള്ള ഒരുപാട് പഴുതുകൾ ഈ വിഷയത്തിൽ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യം, ഈ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് നമ്മുടെ ചില സാമൂഹികമായിട്ടുള്ള വ്യവഹാരങ്ങളെയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്. അപ്പോൾ കുടുംബത്തെ രൂപപ്പെടുത്തുന്നത് മനുഷ്യരുടെ, അതിനകത്ത് ആ ഘടനയ്ക്കകത്ത് ഉൾപ്പെടുന്ന മനുഷ്യരുടെ ബന്ധങ്ങളും അവരുടെ വ്യവഹാരങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അത് എപ്രകാരമാണ് ഇതിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തിലുള്ള മനുഷ്യരുടെ സർഗാത്മകതയെയും ജീവിതാവബോധത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം വിശപ്പ് കഴിഞ്ഞതിന് ശേഷമേ മനുഷ്യർ കലയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ 24 മണിക്കൂറും കുടുംബം നിലനിർത്താനുള്ള ബാധ്യതയും അങ്ങോട്ടേക്ക് അപ്പം കൊണ്ടുവരാനുള്ള നെട്ടോട്ടവും ഒക്കെ തലയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ അന്തസ്സിനെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ ആത്മാഭിമാനത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യജീവിയെ അയാളുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലത്ത് ഏറ്റവും സർഗാത്മകമായി നിലനിൽക്കാനുള്ള ചില സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബഘടന. ജീവിതത്തിലെ മുൻഗണനകളെ നിയന്ത്രിക്കുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബമാണ്. ഒന്നെങ്കിൽ പിതൃകുടുംബം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബം. അതായത് അത് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഒരു ബന്ധത്തിനകത്ത് കുടുങ്ങിയിട്ട് ആ ബന്ധത്തെ ഒട്ടും സർഗാത്മകമാക്കാൻ പറ്റാതെ വളരെ യാന്ത്രികമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പല ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ടിട്ടും അതിൽ കടിച്ചു തൂങ്ങുന്നത്? അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു വനിതാ മാസികയുടെ ഒരു കോളത്തിൽ ഒതുങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ മാത്രം പരിഗണനാ വിഷയമായി തീരുകയോ ചെയ്യേണ്ട ഒരു വിഷയമല്ല. അതിന് സാമൂഹിക പ്രാധാന്യമുണ്ട്. സ്ത്രീ പദവിയെക്കുറിച്ചും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരുപാട് ആകുലതകളുണ്ടല്ലോ. അത് പരിഗണനാർഹമായ വിഷയമായിട്ട് നമ്മുടെ സ്റ്റേറ്റിന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചർച്ചയെ കുറച്ചുകൂടി ദിശാബോധമുള്ളതാക്കാൻ
ഇത്തരം വിഷയങ്ങൾ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് ഇതിൻ്റെ സംഘാടകർ വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കുടുംബത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ചില അധികാര സ്വരൂപങ്ങളോട് സ്ത്രീക്ക് നിരന്തരം കലഹിക്കേണ്ടി വരാറുണ്ട്. കുടുംബത്തിനകത്ത് പുരുഷനും അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാതെ അല്ല ഇത് പറയുന്നത്. പക്ഷെ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു അഡീഷണൽ നികുതി ബാധ്യത കൂടി ഉണ്ട് സ്ത്രീക്ക് അതിനെ നിലനിർത്തുക എന്നുള്ളതിൽ. അപ്പോൾ ഒരു 22 അല്ലെങ്കിൽ 23 വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ത്രീ ഏറ്റെടുക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ 25 വയസ്സിന് മുമ്പ് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ആയിരുന്നു. അപ്പോൾ ഇവിടെ പൂജയും പ്രാർത്ഥനകളും പിന്നെ വഴിപാടുകളും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. മകളുടെ വിവാഹം എപ്പോൾ നടക്കും, അവൾക്ക് എപ്പോൾ ജോലി കിട്ടും എന്നാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള ജ്യോതിഷികളുടെയൊക്കെ പേജിൻ്റെ അടിയിൽ വന്നിട്ട് പെൺകുട്ടികളുടെ അമ്മമാർ ചോദിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ വിവാഹം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോലി എന്നും കൂടിയുള്ളൊരു ബോധ്യം ആ ചോദ്യത്തിലുണ്ട്. എന്നിരുന്നാലും വിവാഹത്തിനുള്ള പ്രാധാന്യത്തെ കുറച്ച് കാണേണ്ടതില്ല. ആ വിവാഹം അവരുടെ സർഗാത്മകമായ കഴിവുകളെ എന്നേക്കുമായി മുരടിപ്പിച്ച് കളയുന്നു എന്നുള്ളൊരു വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് എപ്രകാരമാണ് സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പൊതു ഇടത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളുള്ള സമൂഹമാണ് കേരളം. പക്ഷേ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് പഞ്ചാബിനെയും ഹരിയാനയെയും അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് കേരളം പിന്നിലാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഈ ഒരു മനുഷ്യവിഭവം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരും സർഗാത്മക ജീവിതത്തിന് പ്രാപ്തരുമായ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ പ്രാപ്തരായിട്ടുള്ള സ്ത്രീകളുടെ അഭാവം കൊണ്ടാണോ? അതല്ലല്ലോ. അപ്പോൾ അവരെ പിന്നോട്ട് വലിക്കുന്ന എന്തോ ഒന്ന് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിലുണ്ട്. അത് കുടുംബഘടനയ്ക്കകത്തുള്ള പ്രശ്നമാണെങ്കിൽ അടിയന്തരമായിട്ട് അത് തിരുത്തപ്പെടണം. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം എന്ന് പറയുന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു സാമൂഹിക വിഷയമാണ്. അത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തെറി കേൾക്കുന്ന ഒരു സംഘം ഫെമിനിസ്റ്റുകൾക്ക് മാത്രം ബാധകമായ വിഷയമല്ല. അത് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം, അതായത് ഒന്നുമില്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് അത് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ചു മുമ്പേ നമ്മളത് പറയായിരുന്നു. അതായത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവർക്ക് അവരായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ട്രൂ കോപ്പിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അഭിമുഖം നടത്തിയിട്ടുള്ള ശ്രീമതി മനില മോഹനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്. അവരെന്നോട് ചോദിച്ചത് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ്. അപ്പോൾ അതിനുള്ള മറുപടി ഇത്രയും കാലമാണ് കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിലെ വീട്ടമ്മയായി ഞാൻ ജീവിച്ചത് എന്നാണ് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞത്. അപ്പം അത് ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും കേരളത്തിലുള്ള ഓരോ സ്ത്രീക്കും ആ വാക്യത്തിലെ ഓരോ അക്ഷരവും അതിൻ്റെ ഏറ്റവും വ്യാപ്തിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ജീവിതത്തിലെ സർഗാത്മകമായ വലിയൊരു കാലത്തെ ചോർത്തിക്കളയുന്നുണ്ട് നമ്മുടെ നിലവിലെ കുടുംബ വ്യവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അവൾ കുറച്ചെങ്കിലും മോചനം നേടുന്നത്, അതായത് ഗൃഹഭരണം, ശിശുപരിപാലനം തുടങ്ങിയ പ്രതിഫലമില്ലാത്ത ജോലികളുടെ ഒരു ബാധ്യതയിൽ നിന്ന് ഈ കുട്ടികൾ മുതിരുകയും ഒരുപക്ഷെ രക്ഷിതാക്കൾ ഈ ലോകം വിട്ടു പോവുകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തലയൊന്ന് നിവർത്തി നിൽക്കുന്നത് ഒരുപക്ഷെ 40കളിലാവാം. ഇതൊരു വിഷയത്തിൻ്റെ ഒരു വശം മാത്രമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത റൗണ്ടിൽ സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നിഷ രത്നമ്മയുടെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നാണ്. അതായത് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സംഭവിക്കുന്ന വലിയൊരു ദുരന്തമായി കണക്കാക്കിയിരുന്ന ഒരു കാലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഡിവോഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അഗ്നിപർവ്വത പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഭൂമി കുലുക്കോ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ അത് ലാഘവത്തോടെ അല്ലെങ്കിൽ ലളിതമായിട്ട് അത് ഉൾക്കൊള്ളാനുള്ള ഒരു കെൽപ്പുള്ള ഒരു ജനതയല്ല നമ്മൾ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ ആ ഒരു സമയത്ത് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നാണ് നിഷയുടെ ഉറച്ച പ്രഖ്യാപനം.
ശരിക്കും ഞാൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 40കൾക്ക് ശേഷമുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഡിവോഴ്സ് എന്നതിലേക്ക് ഒരാൾ പോകുമ്പോൾ അതിൽ എന്തായാലും ചുറ്റും ഇരുന്ന് കൈയടിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനോടുള്ള നമ്മുടെ നിയമവ്യവസ്ഥ ഉൾപ്പെടെ അവസാന നിമിഷം വരെ അത് തടയാനുള്ള ശ്രമം നടത്തുമ്പം എങ്ങനെയാണ് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന ഒരു കൺസെപ്റ്റ് നിഷയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയത്? ഈ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ മോഡറേറ്റർ പറഞ്ഞ പോലെ ഡിവോഴ്സിന് കൈയടിക്കുന്ന ഒരു സമൂഹമൊന്നുമല്ല നമ്മളുടേത്. ഡിവോഴ്സിനെ ഇപ്പോഴും ഒരു ട്രാജഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടാബു ആയിട്ടോ ഒക്കെ തന്നെ കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സിലൂടെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലിയും ഇവിടുത്തെ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഈ ക്യാമറ ലൈക്ക് 24/7 സർവൈലൻസ് ആയിരുന്നു ഡിവോഴ്സിലൂടെ പോകുന്ന സ്ത്രീകൾക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ നാടുവിട്ട ആളാണ്, രാജ്യം വിട്ട് ഓടിപ്പോയ ഒരാളാണ്. അവിടെ ചെന്നു ഞാൻ പുതിയൊരു ജോലി, പുതിയൊരു ജീവിതം, പുതിയൊരു നാട് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം എനിക്ക് പുതിയൊരു പാർട്ട്ണർ ഉണ്ടായതിന് ശേഷം ഞാൻ ജീവിച്ചൊരു ജീവിതമാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡിവോഴ്സ് എന്ന്. അപ്പം ഈ ഹാപ്പിലി ഡിവോഴ്സ് എന്നുള്ളൊരു ടൈറ്റിൽ ബേസിക്കലി എനിക്കറിയാം ഈ നമ്മൾ ഹാപ്പിലി മാരീഡ് എന്ന് മാത്രം കേട്ടിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഈ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുമ്പം ഉണ്ടാവാൻ പോകുന്ന ഒരു ഷോക്ക് അല്ലെങ്കിൽ സർപ്രൈസ് അല്ലെങ്കിൽ ഒരു യുനോ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടല്ലോ. ഒരു ഓക്സിമോറനാണ് ബേസിക്കലി ഹാപ്പിലി ഡിവോഴ്സ്ഡ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിനെ വെച്ച് തന്നെ ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡിവോഴ്സിന് ശേഷം മനുഷ്യർ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് മനുഷ്യർ സ്ത്രീകൾ പ്രത്യേകിച്ച് ഭയങ്കര ഒതുങ്ങിക്കൂടി അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്ന. ഒരുവിധം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ഡിവോഴ്സ്ഡ് ആണോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു വെച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു ജീവിതം ആരംഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ വെൻ ഐ റീഇൻവെൻറ്റഡ് മൈ സെൽഫ് ഓർ വെൻ ഐ റീസ്റ്റാർട്ടഡ് മൈ ലൈഫ് ഞാൻ എല്ലാവരോടും അങ്ങോട്ട് പോയി ചോദിക്കുമ്പം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന്. അപ്പം അത് ആൾക്കാർക്ക് വലിയൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ സ്ത്രീ വന്നിട്ട് നമ്മൾ പറയാതെ തന്നെ പറയുന്നത്. കാരണം അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ പറയും ഇപ്പോഴാണ് ഞാൻ ഭയങ്കര അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ് ബേസിക്കലി ഹാപ്പിലി ഡിവോഴ്സ്ഡ്. ഡിവോഴ്സ്ഡ് അപ്പം ഭയങ്കര ഒരു ട്രാജഡി ആയിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു നോ ഇറ്റ്സ് നോട്ട് എ ട്രാജഡി, ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയും. അങ്ങനെയാണ് ആ ടേം ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പം ഈ എന്താ പറയുക നമ്മുടെ വിസ്മയയുടെ മരണവുമായിട്ട് ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനെ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കണമെന്നും ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും എന്തുകൊണ്ട് ഡിവോഴ്സിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക്, ഒളിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക്, അവനവനിലേക്ക് ചുരുങ്ങിപ്പോയ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് ഒരു പക്ഷേ ഈ ഒരു ടേമിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പുസ്തകമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സഹായകമാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന ടേമും പുസ്തകവും ഞാൻ ലൈക്ക് എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ സർക്കിളുകളിൽ നിന്നും മാറ്റിയിട്ട് പുറത്തേക്ക് എടുത്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് 40കളിൽ പൂക്കുന്ന സ്ത്രീ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു 30-35 വയസ്സിന് ശേഷമാണ് ഞാൻ എന്നെ മനസ്സിലാക്കി തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയാൽ മതിയോ, ഈവൻ ഐ ഡിസേർവ് ഹാപ്പിനെസ്, ഈവൻ ഐ ഹാവ് റൈറ്റ് ടു ലിവ് ഇൻ എ ബെറ്റർ കണ്ടീഷൻ ഓർ റൈറ്റ് ടു ഹാവ് എ ബെറ്റർ ലൈഫ് എന്നുള്ളൊരു തോട്ടാണ് ബേസിക്കലി എന്നെ ഡിവോഴ്സിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തയാക്കുന്നത് അതുവരെയുള്ള നമ്മുടെ ജീവിതമാണ്. നമ്മളുടെ 20s നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ ഏർലി 30s നമ്മൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഐ ഡിസേർവ് മച്ച് ബെറ്റർ ദാൻ ദിസ് എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റെബല്യൻ ഓർ എനിത്തിങ്, ബട്ട് ദെൻ യെസ് ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നും, അല്ലെങ്കിൽ യുനോ ഈവൻ ഞാൻ പറയാം കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ടാവും, ആ ബോധമൊക്കെ ഉണ്ടായത് അതിന് ശേഷമാണ്.
അപ്പം അങ്ങനെ ചിന്തിക്കാൻ സ്ത്രീകളെ പ്രാപ്തയാക്കുന്ന ഒരു സമയമായിരിക്കണം ഒരു പക്ഷേ ഈ 30കൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ 35 ശേഷമുള്ള കാലം. ഇപ്പം ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് മെനപ്പോസ്. അപ്പം മെനപ്പോസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം ഞാൻ ഇൻ ഹൈൻഡ്സൈറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഐ വാസ് ഗോയിങ് ത്രൂ a perimenopause stage at that point in my life, which is like നമ്മൾ ഇറ്റ്സ് ലൈക്ക് അതുവരെ നമ്മൾ ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിട്ടൊക്കെ ജീവിച്ച അല്ലെങ്കിൽ ഭയങ്കര ഡൊസൈൽ ആൻഡ് സബ്മിസീവായിട്ട് ജീവിച്ചിരുന്ന ഒരു സാധാരണ സ്ത്രീയിൽ നിന്നും എനിക്ക് ഐ ഡിസേർവ് മച്ച് ബെറ്റർ ദാൻ ദിസ്, അല്ലെങ്കിൽ ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു സേ ഐ എം നോട്ട് ഗോയിങ് ടു സേ യെസ് ടു എവറിഥിങ് ആൻഡ് ഇനഫ് ഇസ് ഇനഫ് എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഈ ഒരു 35 അല്ലെങ്കിൽ ആ പെരിമെനോപോസൽ സ്റ്റേജിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 1 or 2 ഇൻസിഡൻറ്റ്സ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ആൻഡ് ഓഫ് കോഴ്സ് വെൻ ഐ റിഫ്ലെക്റ്റ് അതൊക്കെ കൂടി ചേർന്നിട്ടാവണം ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കും, ഡിവോഴ്സ് എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കും, പിന്നെ അതിൽ നിന്ന് പുറത്ത് വരും, അതിനെക്കുറിച്ച് തന്നെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം എഴുതുകയൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം I become much more happier definitely. അപ്പം ആ ഒരു അതിനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത് എൻ്റെ അതുവരെയുള്ള ജീവിതമാണ്. അപ്പോൾ അതുവരെ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം നമ്മളുടെ ടൈറ്റിലുമായിട്ട് വളരെയധികം റെലവൻ്റ് ആണ്. 40കളിൽ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് എൻ്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങിയത്. ഐ തിങ്ക് വി ഡിസേർവ് ടു അതർ പീപ്പിൾസ് ഒപ്പീനിയൻ ആസ് വെൽ. നാരത്തിയോടാണ് അടുത്ത ചോദ്യം. നമ്മൾ മാൻ ഓഫ് മെനി മൂഡ്സ് എന്ന് പറഞ്ഞൊരു പ്രയോഗം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ വുമൻ ഓഫ് മെനി മൂഡ്സ് എന്ന് പറയാറില്ല. അതിൻ്റെ കാരണം മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് സ്ത്രീ എന്നൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഈ പെണ്ണിലേക്കുള്ള ആൺനോട്ടങ്ങളിൽ ഇങ്ങനെയൊരു മുൻധാരണയുണ്ട്. പല മൂഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന, അതിൽ നിന്നാണല്ലോ വളയ്ക്കുക എന്നൊരു വാക്കുണ്ടായിരിക്കുന്നത്. സ്ത്രീയെ വളച്ചെടുക്കാം, അത് മൂഡ് ചേഞ്ച് ചെയ്തെടുത്ത് നമുക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു പുരുഷൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂഡ് സ്വിങ്സ്, ചേഞ്ചസ്, ഇതെല്ലാം തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ്, ഇതെല്ലാം 40-ന് ശേഷം ഒരു സ്ത്രീയുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഒരു 44ലേക്ക് കടക്കുന്ന എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ആസ് എ സൈക്കോളജിസ്റ്റ് പല ക്ലയൻസിൻ്റെ ജീവിതത്തിൽ നിന്നും ജനറലി കാണുന്ന ആൾക്കാരിൽ നിന്നും പറഞ്ഞു തരാൻ ഇതൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേദിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടെ സാറ് ചോദിച്ച പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മൂഡ് സ്വിങ്സ് നിശ്ചയിക്കുന്നതിൽ നമ്മുടെ ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ 2 കാര്യമാണ് സാറ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഇവർ എപ്പോഴും മൂഡ് സ്വിങ്സ് വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ നമ്മൾ പല കഥകളെടുത്താലും കവിതകളെടുത്താലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും പെണ്ണുങ്ങളെ ആ മൂഡ് സ്വിങ്സിൻ്റെ പേര് പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ചെറുതായിട്ട് കളിയാക്കുന്ന ഒരു പ്രവണത ഞാൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് മാറുന്നത്? പല മെസ്സേജസും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വാട്സാപ്പിലൊക്കെ. അതെപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. ഈ നമ്മൾ പെട്ടെന്ന് ഈ നക്ഷത്രം പോലെയാണ്, പെട്ടെന്ന് ചിലപ്പോൾ തിളങ്ങും, പിന്നെ ആളെ നോക്കുമ്പോൾ കാണില്ല, ഇങ്ങനെയൊക്കെ ടെൻഡൻസി പറയാറുണ്ട്. തീർച്ചയായിട്ടും ഹോർമോണൽ ഇഷ്യൂ ഇതിൽ ഒരു പ്രോബ്ലമാണ്. 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരും. അതായത് നമ്മുടെ ഫ്രണ്ടൽ ഏരിയ, ഞാൻ ഫിസിയോളജിക്കലി പറയുവാണെങ്കിൽ അമിഗ്ഡല, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്രെയിൻ കെമിസ്ട്രിയുടെ ചേഞ്ചസിൽ ആങ്സൈറ്റി, അതുപോലെ പെരിമെനോപോസ്, പ്രീമെനോപോസ്, മെനോപോസ് ടൈമിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ പെണ്ണുങ്ങളിൽ, സ്ത്രീകളിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരാനുള്ള തീർച്ചയായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 40കളിൽ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു മെൻസ്ട്രേഷൻ പീരീഡ് കഴിയുന്നത് മുതൽ തന്നെ അവർക്ക് എല്ലാ മാസവും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന കാര്യമാണ്. പലപ്പോഴും അത് ഓവർലുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആരും അത് തിരിച്ചറിയുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അവളുടെ മൂഡ് എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഇമാജിൻ, ഓരോ മാസവും ദർ ഇസ് എ സെയിങ്, നമ്മൾ കാലിൻ്റെ അടിയിൽ കൂടെ ബ്ലഡ് ഓരോ മാസവും നിങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ
എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാമെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. അത് പക്ഷേ അതൊരു നമ്മളൊരു സാനിറ്ററി നാപ്കിൻ വെച്ചിട്ടോ ഒക്കെ നമ്മളതിനെ ബൈൻഡ് ചെയ്ത് മാറ്റി അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഓരോ മാസവും ഇതുപോലെ ഫിസിയോളജിക്കലായിട്ടുള്ള ഹോർമോണിൻ്റെ ചേഞ്ചസ് അവൾക്ക് അപ്പോഴും വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് 40കളിൽ അല്ലെങ്കിൽ 40 കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാരണം ആ സമയത്തിൽ അവൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവും, ബോൾഡ് ആവും. ഇനിയിപ്പോൾ എനിക്ക് ആരെയും പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചേഞ്ചസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മൾ പറയും. ബ്രെയിൻ അതനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും, കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കും. അതുവരെ ചിലപ്പോൾ പ്രതികരിക്കാത്ത ഇത് സഹിച്ച് ഇതെൻ്റെ ഡെസ്റ്റിനിയാണെന്ന് നമ്മൾ പറയില്ലേ, ഇതെൻ്റെ വിധിയാണ് എന്ന പോലെ, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ നിന്നും പറഞ്ഞു തരും ഇങ്ങനെയാണ്, ഇതാണ് പെണ്ണുങ്ങൾക്ക് ഇത് ഉള്ളതാണ് എന്ന് പറഞ്ഞ് ആ മൂഡ് സ്വിങ്സും പലരും ഓവർലുക്ക് ചെയ്തു പോകുന്ന സമയങ്ങളിൽ ഒരു 40s കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രതികരണം ശേഷി എന്ന് പറയുന്നത് ഞാനിവിടെ നെഗറ്റീവായിട്ടല്ല യൂസ് ചെയ്യുന്നത്. പ്രതികരണ ശേഷി ഞാൻ വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ പ്രതികരണ ശേഷി വരുമ്പോഴാണ് അവർ തിരിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. ദർ ഇസ് എ സെയിങ്, നമ്മൾ റിയാക്ഷൻ വിൽ ബിക്കം റെസ്പോൺസ് എന്ന് പറയും. ഈ റിയാക്ഷൻ മാറി റെസ്പോൺസ് ആവുന്നത് എന്തിനാണ് എന്നോട് ചെയ്യുന്നത്, എൻ്റെ ബുദ്ധിമുട്ട് ഇതാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തായിരിക്കും ആൾക്കാർക്ക് തോന്നുന്നത് മാറിയല്ലോ. അതുവരെ ചിലപ്പോൾ കുറച്ചുകൂടെ സബ്മിസീവായിരിക്കും, ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരില്ല, വിഷമങ്ങളെപ്പറ്റി പറയാൻ അവൾക്ക് അറിയില്ലായിരിക്കാം. ഈ ഒരു സമയം മുതൽ, ഇത് കേൾക്കുന്ന ടൈം മുതലാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇവക്ക് ചേഞ്ചസ് ഉണ്ടല്ലോ, എന്താ ഇതിങ്ങനെ, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇൻ കേസ് ഒരു പാട്രിയാക്കൽ അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റിലാണ് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിലും എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവർക്ക് ഈ സബ്മിഷൻ ആയിരിക്കും. കുറേ നാൾ അവർ വിചാരിക്കും, വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ആയിരുന്നില്ല, പ്രതികരിക്കരുത്, നീ സഹിക്കണം, ടോളറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടും. അവസാനം ഒരു സമയം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഹൈക്കപ്പ് വരുമ്പോഴത്തേക്കും നാച്ചുറലി ആങ്സൈറ്റിയുടെ പരമായി അല്ലെങ്കിൽ ഒന്നുകിൽ ഡിപ്രഷനായിട്ട് ആകെ വലിഞ്ഞ് മാറും, അല്ലെങ്കിൽ തിരിച്ച് ആങ്കർ ഇഷ്യൂസ് വരാം, പ്രതികരിച്ച് തുടങ്ങാം. ഈ ഒരു സമയത്ത് ആൾക്കാർ നോട്ടീസ് ചെയ്യും. അതാണ് അവിടെ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബട്ട് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ദാറ്റ്സ് ബിക്കോസ് മെയിൻലി അവൾക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായി കാണും, അല്ലെങ്കിൽ ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ സൈക്കോളജിക്കലി മാനസികമായി നമ്മളത് പിടിച്ച് മുറുക്കി പറയാതിരിക്കാൻ ശ്രമിച്ചാലും ശാരീരികമായി അത് പറ്റില്ല. ഇപ്പോൾ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് മെനോപോസിൻ്റെ ടൈമിൽ ഹോട്ട് ഫ്ലഷസ് എന്ന് പലരും കേട്ട് കാണും. ഈ ഹോട്ട് ഫ്ലഷസിൻ്റെ ടൈമിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേർക്കുക, നമുക്ക് ഒരുപാട് ചൂടെടുക്കുക ദേഹത്തിന്, ഇതൊന്നും മാത്രമല്ലാതെ തന്നെ ഭയങ്കരമായിട്ട് പോപ്പ് ഔട്ട് ചെയ്യാനുള്ളൊരു ആങ്കർ ഔട്ട്ബേസ്റ്റ് ഉണ്ടാകാനുള്ള ടെൻഡൻസി വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ച് തുടങ്ങുന്നത്, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ ഇവർക്ക്. ഈ സമയത്ത് അഗൈൻ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മൂഡ് ചേഞ്ചസ് ആണ്, എപ്പോഴും ഒരു മാറ്റമാണ്, ശല്യമാണ്, അല്ലെങ്കിൽ പണ്ടിങ്ങനെ അല്ല. പലരും എന്നെ വന്ന് കണ്ട ഭർത്താക്കന്മാരും ഉണ്ട്. പണ്ട് വളരെ കാമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയല്ല. പണ്ട് ആക്ച്വലി വളരെ കാമായതിൻ്റെ കാരണം ഈ ഒരു ഇപ്പോൾ ഹോർമോൺസ് എല്ലാ മെൻസ്ട്രേഷൻ പീരീഡിലും ഇത് പോപ്പ് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവൾ തിരിച്ച് അവളുടേതായിട്ടുള്ള കൊക്കൂണിലേക്ക് പോവും. അവിടെ ചെന്ന് അവളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയായി അവൾ കഴിഞ്ഞുകൂടും. അപ്പോൾ ആർക്കും ഒരു ശല്യമില്ല, ആർക്കും അതൊരു പ്രശ്നമില്ല. പക്ഷേ 40കളിൽ കഴിയുമ്പോൾ എത്ര മനോഹരമാണ് 40കളെന്ന് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അതെങ്ങനെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അതെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ അതിൻ്റെ അതർ സൈഡ് അതിനകത്ത് വരുന്ന ഈ ഫിസിയോളജിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്കുമാണ്, മൂഡ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴാണ് ആൾക്കാർ അതിനെ നോട്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ളതിനേക്കാളും അതൊരു പ്രശ്നമായിട്ടാണ്, റാദർ ദാൻ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ ഞാനത് ഡീൽ ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം വിചാരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി പഴയതുപോലെ ആവത്തില്ല, അല്ലെങ്കിൽ
കാര്യം എനിക്കിപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ സൈക്കോളജിസ്റ്റിനെ കാണും, സൈക്യാട്രിസ്റ്റിനെ കാണും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർ ചോദിച്ച പോലെ ഒരു ഹോർമോണൽ ഇഷ്യൂ, ഈ നേരത്തെ പറഞ്ഞ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ഇതിൻ്റെയൊക്കെ ലെവൽ ഡിഫറൻസ് കാരണം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിനെ ആൾക്കാർ മനസ്സിലാക്കുന്ന, റിയലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സ്ത്രീപക്ഷ വിപ്ലവം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഭക്ഷണ വിതരണ ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടായതായിരിക്കും. കാരണം ഞാനിത് പറയാൻ കാരണം, അടുക്കള എന്നൊരു ഒരു സംഗതി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ലോകത്തെവിടെയും ഇത്ര സജീവമായ അടുക്കള ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ പർച്ചേസ് മാനേജറും പാചകക്കാരിയും സപ്ലയറും എല്ലാം ആ വീട്ടിലെ സ്ത്രീയായിരിക്കും, ഒരു സ്ത്രീയായിരിക്കും മിക്കവാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നു, രുചിക്കുന്നു, ഗംഭീരം അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കൈയടിക്കുന്നതിന് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് നാളെയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ആർ രാജശ്രീയുടെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു പുസ്തകം, അത് ഞാൻ മുഴുവൻ വായിച്ചതാണ്, നിൻ്റെ കഥ എന്ന പേരിൽ മാത്രം ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ കാണുന്ന രാജശ്രീ എന്ന് പറയുന്നത് ഇന്ന് ആത്രേയകവും കല്യാണിയും പോലെയുള്ള രണ്ട് വലിയ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവലുകൾ എഴുതി വലിയ നോവലിസ്റ്റായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാജശ്രീ നടന്നു പോകുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ ചെറിയ അസൂയ പോലും നമുക്കൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാജശ്രീയുടെ അതിനു മുമ്പുള്ളൊരു ജീവിതമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ ഒരു കയ്യിൽ ചൂലും മറു കയ്യിൽ തവിയും വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉപകരണങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് കണ്ടത്. ആ ഒരു ജീവിതം രാജശ്രീയുടെ യാഥാർത്ഥ്യമായിരുന്നു. ആ പുസ്തകം വളരെ ഹൃദയസ്പർശിയായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാൻ കാരണം ഗൃഹലക്ഷ്മിയിൽ അത് കോളമായി പ്രസിദ്ധീകരിച്ചായിരുന്നു മുമ്പ്. അപ്പോൾ ഈ നിൻ്റെ കഥയിൽ കാണുന്ന രാജശ്രീയും ഇന്ന് ഇവിടെ ഇരിക്കുന്ന രാജശ്രീ, 40-ന് ശേഷമുള്ള രാജശ്രീ, ഈ ഒരു വ്യത്യാസത്തിലേക്കാണ്. ഞാനത് വ്യക്തിപരമായിട്ടുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല അത്, പക്ഷേ ആ ഒരു വ്യത്യാസം രാജശ്രീ ഒരു പ്രതീകമാണ്, കേരളത്തിലെ ഒരു സ്ത്രീയുടെ പ്രതീകമാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നു. നേരത്തെ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഊരിക്കളയാം എന്ന് വിചാരിച്ചിട്ടാണ് കുറേ അക്കാഡമിക് ആവാൻ നോക്കിയത്. പക്ഷേ ഇതിപ്പോൾ നേരിട്ട് ചോദ്യം വന്ന സ്ഥിതിക്ക് അത് ഒളിച്ചു വെക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലുടനീളം എഴുത്തുകാരികൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നൊരു ചോദ്യം, ഈ നിങ്ങൾ എഴുതിയിരിക്കുന്ന എഴുത്തിലെ സ്ത്രീകൾ നിങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ്. അതായത് അവരുടെ ജീവിതം തന്നെയാണോ, അത് നായിക എന്നാണ് പറയുക, അതിനകത്തെ പ്രധാന കഥാപാത്രം അത് നിങ്ങളാണോ? അപ്പോൾ മാധവിക്കുട്ടിയുടെ എഴുത്തുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ആൾക്കാർ അത്തരത്തിലാണ് പറഞ്ഞത്, ഇതൊക്കെ എഴുത്തുകാർ തന്നെയാണ്. അത് നേരിട്ടിരുന്ന മലയാളത്തിലെ എഴുത്തുകാരികളായാലും പുറത്തുള്ളവരാണെങ്കിലും നേരിട്ടിരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ വല്ലാത്തൊരു വിഷമത്തോടു കൂടി, അയ്യോ എഴുത്തിനെയും ജീവിതത്തെയും രണ്ടും രണ്ടായിട്ട് കണ്ടാൽ പോരെ, എഴുത്തുകാരിയൊന്നുമല്ല കഥാപാത്രം എന്ന് പറയുന്നത്, കഥാപാത്രമൊക്കെ വേറെയാണ്, അത് ഭാവനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു കുറ്റബോധത്തോടു കൂടിയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന എഴുത്തുകാരികളെ നമ്മൾ ഒരു കാലത്ത് കണ്ടിട്ടുണ്ട്. എഴുത്തുകാരികൾക്ക് അങ്ങനെ സ്വയം പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ എഴുത്തിലെ സ്ത്രീകളൊന്നും ഞാനല്ലാട്ടോ, ഞാൻ അവരെ പ്രതിനിധീകരിക്കുന്നേ ഇല്ല, ഞാൻ അഗ്നി പോലെ പവിത്രയായിട്ടുള്ള, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, പ്രണയം തോന്നാത്ത, മറ്റൊരു പുരുഷനോട് അനുരാഗം തോന്നാത്ത അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പം ഈ കഥാപാത്രങ്ങൾക്ക് തോന്നുന്ന അവരുടെ ലൈംഗികതയോ അല്ലെങ്കിൽ അവരുടെ സഞ്ചാരങ്ങളോ ഒന്നും എനിക്ക് പറ്റില്ല, അതൊക്കെ വെറും ഭാവനയല്ലേ എന്ന് പറഞ്ഞ് ജാമ്യം എടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികൾ. പക്ഷേ എൻ്റെ അടുത്ത് ഈ ചോദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്കും. മുമ്പ് നമ്മുടെ ഭരണാധികാരികളിൽ ഒരാളായിട്ടുള്ള അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ആരോപണം വരുമ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് അദ്ദേഹം പറയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു രാഷ്ട്രീയ ആരോപണങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു, ശരിയാണ്, കല്യാണിയും ദാക്ഷായണിയും കുഞ്ഞിപ്പെണ്ണും ചോന്നമ്മയും അതിനകത്തുള്ള യക്ഷിയും പിന്നെ ആ പശുക്കളും അതിനകത്തുള്ളൊരു പോലീസ് പെൺപട്ടിയുണ്ട്, അതും ഞാൻ തന്നെ, കുഴപ്പമില്ലല്ലോ. അതായത് ഞാനതല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. എൻ്റെ എഴുത്തിലുള്ള എല്ലാ സ്ത്രീകളും ഞാൻ തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞു എന്നുള്ളതിനെ കാണിച്ചു തരും ആ കഥാപാത്രങ്ങൾ. അപ്പം ഒന്നും കൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ കാറ് അത് കാണണം എന്നുണ്ടെങ്കിൽ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയിൽ ദാക്ഷായണി വാങ്ങുന്ന ഒരു പശുവുണ്ട്. ആ ദാക്ഷായണി വാങ്ങിയ പശുവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വാങ്ങിയ ആദ്യത്തെ കാറ്. അങ്ങനെയൊക്കെയാണ് എഴുത്തും ജീവിതവും തമ്മിൽ
ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഒരു സാരാംശം ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിന് നമ്മൾ ഒരു പക്ഷത്തെ മാത്രം പഴി പറയേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ആ നിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ, ആ പങ്ക്തി എഴുതുമ്പോൾ, ഓരോ പങ്ക്തിയും അതിൻ്റെ ഓരോ അധ്യായവും പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ സ്വയം എത്തിച്ചേർന്നിട്ടുള്ളൊരു നിഗമനം അതാണ്. കാരണം ഒരു ഘട്ടത്തിലും എനിക്കത് വേണ്ട, അത് പറ്റില്ല, എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സഹജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പറയുക എന്നുള്ളത്. ഒരു മനുഷ്യൻ കൂടെ ജീവിക്കുന്ന ഒരാളിൻ്റെ മനസ്സെങ്ങനെ അറിയും? സ്ത്രീയുടെയും പുരുഷൻ്റെയും മനോഘടനകൾ വ്യത്യസ്തമാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കി ചെയ്തോളണം എന്ന് ഒരു ധാരണ ഉണ്ടാവും. ചിലപ്പോൾ അല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു ഡോക്ടർ, അല്ലേ? അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താൻ മനസ്സിലാക്കപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രെയിറ്റായിട്ട് പറഞ്ഞാൽ മാത്രമാണ് അത് മനസ്സിലാവുക. അപ്പം എനിക്ക് മഞ്ഞ സാരി വേണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി എന്നെയും കൂട്ടി ഒരു കടയിൽ പോയിട്ട് അതാ മഞ്ഞ സാരി എടുത്തോ എന്നാണ് പറയുക. പക്ഷേ നമ്മളിവിടെ പോയിട്ട് എന്താ ചെയ്യുക? പച്ച, മഞ്ഞ, നീല, കറുപ്പ്, ചുവപ്പ്, വെള്ള ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആകുലത ഉണ്ടാവും. ഈ മഞ്ഞ സാരി എടുക്കാൻ വന്നോള് എന്തിനാണ് ഈ പച്ചയും നീലയും വലിക്കുന്നത് എന്നുള്ളത്. അത് പുരുഷൻ്റെ ചിന്ത അങ്ങനെയാണ്, പക്ഷേ സ്ത്രീ ഇങ്ങനെയാണ് ആലോചിക്കുക. അപ്പം ഇത് തുറന്ന് പറയുക എന്ന് പറയുന്നത്, ഇഷ്ടാനിഷ്ടങ്ങൾ പറയുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ 40കൾ കഴിയുമ്പം ഞാൻ നോക്കിയിട്ട് സ്വയം വിമർശനപരമായി കണ്ടുപിടിച്ചൊരു കാര്യം. ഞാൻ എൻ്റെ പങ്കാളിയോട് ഒരിക്കലും എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ നിഷ പറഞ്ഞിട്ടുള്ളൊരു പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഏറ്റവും മാരകമായ ഭാവമാണത്. അതായത് ദാമ്പത്യത്തിനകത്ത് ഇപ്പം ശാരീരികമോ മാനസികമായിട്ടുള്ള ഏത് കാര്യവും അനിഷ്ടമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ വിഴുങ്ങിക്കളയുന്ന ഒരു വിഭാഗം സ്ത്രീകളുടെ പിന്മുറക്കാരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് മിക്സി ഉണ്ടെങ്കിലും ഞാൻ കറികൾ കല്ലിൽ അരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതായിരുന്നു ആ വീടിൻ്റെ രുചി. അപ്പോൾ വാഷിംഗ് മെഷീൻ പോലത്തെ സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ അത് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയല്ല, ജോലിയുള്ള സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാം എന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല. അത് പറയാതെ ഞാൻ ആ അതൃപ്തി വിഴുങ്ങിക്കൊണ്ട് തുണി കഴുകി. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇപ്പം സ്വിഗ്ഗിയെ സൊമാറ്റോയും കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. നമുക്കിന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ സൊമാറ്റോയിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങാം, ഇന്നത് ഉണ്ടാക്കുന്നില്ല എന്ന് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ അവരുടെ ജീവിത പങ്കാളികളോട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ തലമുറയിലെ സ്ത്രീകൾ, ഇവിടെ ഇരിക്കുന്നവർ തന്നെ അതെത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വന്തം ശരീരത്തെ സംബന്ധിച്ച കാര്യങ്ങളിലും തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ദാമ്പത്യങ്ങളിൽ വലിയൊരു ഉട്ടോപ്യയാണ്. അത്തരത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്തും ഒരു പ്രശ്നമുണ്ട്. ഒരു 20-22 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പങ്കാളി വളരെ പ്രണയപൂർവ്വം നിൻ്റെ മുടി എൻ്റെ മുടിയാണ്, നിൻ്റെ നെറ്റി എൻ്റെ നെറ്റിയാണ്, നിൻ്റെ മൂക്ക് എൻ്റേതാണ്, നിൻ്റെ ചുണ്ട് എൻ്റേതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഹാ എന്തൊരു സന്തോഷം, എന്തൊരു പ്രണയാതുരമായിട്ടുള്ള ബന്ധം എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ അതല്ല, 40 വയസ്സ് കഴിയുമ്പോൾ അങ്ങനെയൊന്നുമല്ല. എൻ്റെ മുടി എൻ്റെ മുടിയും, എൻ്റെ നെറ്റി എൻ്റെ നെറ്റിയും, എൻ്റെ ചുണ്ട് എൻ്റെ ചുണ്ടും, എൻ്റെ കാലും കൈയും എൻ്റെ കാലും കൈയും ഒക്കെ തന്നെയാണ് എന്നൊരു ബോധത്തിലേക്ക് വരും. അത് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ളൊരു ബോധമാണ്. അത് നമ്മൾ നിരീക്ഷിക്കുകയാണ്. അപ്പം ഒരു കാലത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ സമയത്തെ. അതൊരു പരിധി വരെ ഞാൻ തന്നെ ചെയ്തു വെച്ചതാണ്. ആ കുറ്റം ഏറ്റെടുക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ആ കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നത്? അതിനാണ് കണ്ടീഷനിങ് എന്ന് പറയുക. എങ്ങനെയാണ് ഒരു മലയാളി സ്ത്രീ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായിട്ടാണ് ഞാൻ എന്നെ തന്നെ എടുത്തു വയ്ക്കുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഈ പുരാണിക് എൻസൈക്ലോപീഡിയ മുഴുവൻ വായിച്ചിട്ട് ഒരു 6ാം ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയൊരു ബോധം എനിക്ക് അർജുനനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണം എന്നായിരുന്നു. അർജുനനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ വലിയ യോഗ്യതകൾ വേണം, കാണാൻ നല്ല ഭംഗി വേണം, നല്ല സൗന്ദര്യം ഉണ്ടാവണം, രാജകുമാരി ആവണം. അതൊക്കെ ശരി. അതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ ത്യാഗം സഹിക്കാൻ കഴിവുള്ള പെൺകുട്ടികളെ
സ്വന്തം ഇഷ്ടം തുറന്ന് പറയാൻ സാധിക്കാത്ത പെൺകുട്ടികളെ വാർത്തെടുത്തുകൊണ്ടിരുന്ന ഒരു തലമുറയ്ക്കൊപ്പമാണ് എൻ്റെ പെൺകുട്ടിക്കാലം ഞാൻ ജീവിച്ചത്. അതൊരു കുറ്റപ്പെടുത്തലല്ല. കാരണം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അതൊക്കെ വലിയ സത്യങ്ങളാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. OV വിജയനെ ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് അത് സംഗതി വരും. സായാഹ്ന യാത്രകളുടെ അച്ഛ എനിക്ക് വിട തരിക എന്ന് OV വിജയൻ എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയുടെ രചനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യം, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സങ്കീർണതകൾ എല്ലാ കാലവും എന്നെ അലട്ടിയിരുന്നു എന്നാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം നാട് വിട്ടു പോകുന്ന നായകന്മാരെ നമ്മുടെ എഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാം, എപ്പോഴാണ് കേരളീയരുടെ അച്ഛൻ മകൻ ബന്ധം ഊഷ്മളമായത്, എപ്പോഴാണ് അത് സൗഹാർദ്ദപരമായിരുന്നത്. പരസ്പരം കണ്ടാൽ മിണ്ടാതെ ഒരുപക്ഷെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ മാത്രം പ്രകടിപ്പിക്കപ്പെടുന്ന ഒന്നായിട്ട് ആ സ്നേഹം മാറിയിട്ടുണ്ട്. അതൊക്കെ സാഹിത്യത്തിൻ്റെയും വിഷയങ്ങളായിട്ടുണ്ട്. ഇത് സാമൂഹികമായ കാര്യമാണ്, പക്ഷെ സാഹിത്യത്തിൻ്റെയും വിഷയമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്ത്രീ എഴുതുന്ന സമയത്ത്, അവളുടെ അനുഭവങ്ങൾ പുസ്തകമാകുന്ന സമയത്ത്, അത് ഇപ്പോൾ ഒരു പക്ഷേ ബാലിശമെന്നോ പൈങ്കിളിയെന്നോ സമൂഹം കണ്ടാലും പിൽക്കാലത്ത് അത് സ്ഥാനപ്പെടും. എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സ്ത്രൈണമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ദിശാസൂചിക ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും സ്ത്രീകൾ എഴുതുന്ന അനുഭവാഖ്യാനങ്ങൾ. അവിടെയാണ് ഈ എല്ലാ പെണ്ണെഴുത്തുകളും, പെണ്ണിൻ്റെ അനുഭവം എഴുത്തുകളെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ ഉത്തമയായിട്ടുള്ള ഭാര്യ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വിധേയയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് ഒരു പക്ഷേ എൻ്റെ 40 വരെയുള്ള ജീവിതം ചിലവായി പോയിട്ടുണ്ടാവുക. ഇത്രയും കൂടി പറയുന്നു, ഒറ്റ മിനിറ്റ്. അതായത് നർത്തകിമാരായ സ്ത്രീകൾ, നർത്തകിമാർ, പെർഫോമേഴ്സ്, സ്റ്റേജ് പെർഫോമേഴ്സ്, സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഫീൽഡിൽ നിൽക്കുന്നത്, സ്പോർട്സ് താരങ്ങൾ എന്നുള്ളത് ഞാൻ എപ്പോഴും വിഷമത്തോടു കൂടി ആലോചിക്കാറുണ്ട്. കാരണം വെറും എഴുത്ത് മാത്രം വശമുണ്ടായിരുന്ന എനിക്ക് 25 വർഷത്തോളം അത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ സ്വകാര്യതയിൽ ഇരുന്ന് ചെയ്യാവുന്ന ഒരു കലാവ്യവഹാരമായിട്ട് പോലും, ഒരു കലാപ്രവർത്തനമായിട്ട് പോലും അതെനിക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ശരീരവും സമയവും മനസ്സും ഒക്കെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ചെയ്യേണ്ടുന്ന കലകളെ ഇഷ്ടപ്പെടുന്ന നാടകപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും നർത്തകിമാരുമായിട്ടുള്ള ഈ പബ്ലിക് പെർഫോമേഴ്സായിട്ടുള്ള സ്ത്രീകൾ അത് എത്ര പെട്ടെന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. അതായത് ഇതുപോലത്തെ ഒരു പെൺകുട്ടിക്കാലത്തെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, പിന്നീട് വായിക്കുകയും ചിന്തിക്കുകയും പൊതു ഇടങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് വന്ന മാറ്റങ്ങളുടെ ഒരു പരിധി വരെ ഇന്ന് അശേഷം സർഗാത്മകമല്ലാതായിരിക്കുന്ന, ഇന്ന് ഒരു തരത്തിലുള്ള സംവാദങ്ങളെയും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഭൂമികയായിട്ടുണ്ട് സോഷ്യൽ മീഡിയ. പക്ഷേ ഞാൻ 2019 വരെയും അവിടെ നിൽക്കുന്ന സമയത്ത് അത് കുറേ കൂടി സർഗാത്മകമായിരുന്നു. സ്ത്രീകളുടെ നേട്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ, വളരെ കാലം മൂടിവെച്ച പല കഴിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും സർഗാത്മകമായ സ്പേസ് ആയിരുന്നു അത്. അതിനൊരു സംവാദ സാധ്യതയുണ്ടായിരുന്നു. അതിൻ്റെ സാധ്യതകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അതിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി കൊണ്ടുകൂടിയാണ് ഞാനൊരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ രൂപപ്പെട്ടതും. ആ ഒരു ആദർശ സ്ത്രീ ഇമേജിൽ നിന്ന് മാറിയിട്ട് മറ്റെന്തൊക്കെയോ അവരവർക്ക് ചെയ്യാനുണ്ട് ലോകത്തിൽ പലതും. ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ടുള്ള ചില അടയാളങ്ങൾ ബാക്കി ആക്കാനുള്ള ശേഷിയുള്ള അനവധി മനുഷ്യ ജീവികളിൽ ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായി വന്നത്. ആ ഒരു ബോധത്തിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യന്തം അപകടകരമായ പൂർണ്ണ അശ്ലീലവുമായൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്, വിവാഹേതര ബന്ധം എന്നുള്ളതാണത്. അപ്പം ഞാൻ ഈ ചോദിക്കാൻ കാരണം, ഇന്ന് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ കുറച്ച് കാലം ഏതെങ്കിലും മാഗസിനിലൊക്കെ അടിച്ചു വരുമോ ഭയങ്കര പ്രശ്നമായിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് അതേക്കുറിച്ചൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ നിഷയോട് ചോദിക്കുന്നത്, വിവാഹേതര ബന്ധമെന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികത എന്നതിനപ്പുറത്തേക്ക് മാനങ്ങളുള്ള ബന്ധങ്ങളാണ്. ഈ വിവാഹേതര ബന്ധം ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനായിട്ട് മാത്രം ഒത്തൊരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അയാളായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ എന്ന പരമ്പരാഗതമായ ഒരു ഇതിനെ പൊളിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിപ്രേക്ഷ്യം അതാണത്. അപ്പോൾ ഈ ഒരു സംഗതിയെക്കുറിച്ച്, അത് സമൂഹം നോക്കിക്കാണുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് നിഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെ വിവാഹേതര ബന്ധം എന്ന വാക്ക്, അങ്ങനത്തെ കൺസെപ്റ്റുകളോട് സമൂഹത്തിനുള്ള ഒരു
ഒരു സ്ത്രീ ഒരു പുരുഷനും തമ്മിൽ ഒരു പൊതു ഇടത്തിൽ, അത് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സൗഹൃദത്തിലാവുമ്പോൾ ഇന്നും അതിനെ ചുറ്റിപ്പറ്റി കഥകളും മറ്റും മെനയുന്ന ഒരു 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 സർഗാത്മക ശൈലി നമുക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എത്രത്തോളം ഹേർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം തടയുന്നുണ്ട് ആ സംഗതി എന്നുള്ളത്? ഈ വിവാഹേതര ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചോയ്സാണ്. നിങ്ങൾക്ക് വിവാഹേതര ബന്ധം ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കാം. ഇതൊന്നും പറയാൻ നമ്മളാളല്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതിന് എനിക്ക് കിട്ടിയ തിരിച്ചടി എന്താണെന്ന് ഒരുവിധം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാം. അപ്പം അപ്പോഴും ഞാൻ പറയുന്നൊരു സാധനമുണ്ട്, ഈ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനുള്ള ഒരു ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വിവാഹേതര ബന്ധം എന്ന് പറയുമ്പം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഉണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു സാധനമുണ്ട്, എല്ലാ ആണുങ്ങൾക്കും അതെ, എല്ലാ ആണുങ്ങൾക്കും വേറൊരു സ്ത്രീയോട് ബന്ധമുണ്ട്. പക്ഷേ സ്ത്രീകളെക്കുറിച്ചൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ ബന്ധം ഉണ്ടാക്കുന്ന ആരോടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ പരസ്പരം, ഇത് ഞാനും എൻ്റെ സുഹൃത്ത് അഞ്ജനയും ഇന്നലെയൊക്കെ പറയായിരുന്നു, ഈ ആണുങ്ങൾ ബന്ധം ഉണ്ടാക്കുന്ന കാര്യം അവർ ചിലപ്പോൾ ഒരുപക്ഷെ പരസ്പരം പറയുന്നുണ്ടാവാം, പക്ഷെ സ്ത്രീകൾ ഇതൊരിക്കലും പറയില്ല. കാരണം അവർക്കെപ്പോഴും ആ ഒരു നല്ല ഭാര്യ, നല്ല അമ്മ എന്നുള്ള ഇമേജിൽ നിൽക്കാൻ ആണ് അവർക്ക് ആഗ്രഹം. മാത്രമല്ല അത് പുറത്ത് പറഞ്ഞാലുണ്ടാവുന്ന ഒരു കോൺസിക്വൻസസിനെ അവർക്ക് പേടിയാണ്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റു പല ബന്ധങ്ങളും, അവരെക്കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സാധനം, വെള്ളം കാണുമ്പം ചവിട്ടും, അല്ല ചെളി കാണുമ്പം ചവിട്ടും, വെള്ളം കാണുമ്പം കഴുകുന്നു. അതൊക്കെ നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന പ്രിവിലേജാണ്. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഒരു പുരുഷന് വിവാഹേതര ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ നമ്മൾ പറയും ഗർഭാപസി എന്ന് പറയും അല്ലേ, അയാൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു വിവാഹേതര ബന്ധം സമൂഹത്തിലറിയോ വീട്ടിലറിയോ ചെയ്യുന്നു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ സ്ത്രീയെ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പേരുകളാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് സ്വന്തം റിസ്കിൽ ചെയ്യുക, അതിനുണ്ടാവുന്ന കോൺസിക്വൻസസും അവനവൻ അനുഭവിക്കാൻ റെഡി ആയിക്കൊണ്ട് വേണം വിവാഹേതര ബന്ധത്തിലേക്ക് കടക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിവാഹേതര ബന്ധം ഒരു മനുഷ്യന് ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ ചോയ്സാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കൺസെൻ്റ് ഉണ്ട്, ചോയ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു അഡൾട്ട് എന്ന നിലയിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ കോൺസിക്വൻസസും നിങ്ങൾ അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒരു സമയപരിമിതി ഉണ്ട്. നമ്മളൊരു 40ലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളോട് ഒരു മനഃശാസ്ത്രജ്ഞ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീകളോട് ഒരു മനഃശാസ്ത്രജ്ഞ എന്ന രീതിയിൽ കൊടുക്കാവുന്ന ചില നമ്മൾ 10 കമാൻഡ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ചില കാര്യങ്ങൾ, എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടാവുമെന്നല്ല. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. ഞാൻ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും, രാജശ്രീ ചേച്ചിയോടാണ് അത് പറഞ്ഞത്, എഴുത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് അത് തന്നെ. എൻ്റെ പ്രൊഫഷനിൽ നിന്ന് മാത്രമല്ല ഞാനിതെടുത്ത് പറയുന്നത്, ജീവിതത്തിൽ നിന്നും കൂടി തന്നെയാണ്. ഇവിടെ 40കളിലെ ചർച്ചയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ പാഷൻ, ഐ എം എ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ്, പക്ഷേ ഐ എം എ ഡാൻസർ, കുച്ചിപ്പുടി പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്, ആൻഡ് ഐ എം എ പോയറ്റ് ഓൾസോ ഹു പബ്ലിഷ് മൈ ബുക്ക്. അപ്പോൾ ഇതൊന്നും ഞാൻ എൻ്റെ കോളേജ് മുതൽ അല്ലെങ്കിൽ സ്കൂൾ മുതൽ, പക്ഷേ പ്രിസൈസ്ലി കോളേജ് മുതൽ ഞാൻ ഓരോ ഘട്ടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. പോയട്രി ആണെങ്കിലും, വരയ്ക്കുന്നതാണെങ്കിലും, ആർട്ടിസ്ട്രി ആണെങ്കിലും, ഡാൻസ് ആണെങ്കിലും, ഇതൊന്നും ഞാൻ വിട്ടിട്ടില്ല ഒരിക്കലും. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാം. അപ്പം കൂടുതലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പല പല ബ്രേക്സ് വരും ലൈഫിൽ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ 2005-06 എൻ്റെ കല്യാണം. അപ്പം നാച്ചുറലി പല പല ബ്രേക്സ് വന്നു. ആ സമയത്താകുമ്പോൾ നമുക്ക് കൂടുതലും ഹസ്ബൻഡിൻ്റേതായിട്ടുള്ള ആ പാറ്റേണിലായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്, ആ പാറ്റേണിലായിരിക്കും പോവുക. അപ്പോൾ നാച്ചുറലി പിന്നെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, ഈ സമയത്തെല്ലാം ബ്രേക്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എത്ര ബ്രേക്സ് വന്നാലും ഐ ഗോ ബാക്ക് ആൻഡ് സ്റ്റാൻഡ് വിത്ത് മൈ പാഷൻ. ഞാൻ എൻ്റെ പ്രൊഫഷനെയും പാഷനെയും ഞാൻ ഒരുപോലെ ഞാൻ കൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44 ഇയേഴ്സ് ആവാൻ പോകുന്നു. ഇന്നും ഞാൻ അതിൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കേണ്ടത്? ആരാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത്? ഹൂ ഷുഡ് ഡിസൈഡ് ദ ഇൻഡിപെൻഡൻസ്, ദ ഫ്രീഡം ഓഫ് വുമൻ? അവൾ തന്നെയാണ്. ഓൾറൈറ്റ്. അപ്പോൾ എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ വന്നെന്ന് പറഞ്ഞാലും
നമ്മളിപ്പോൾ പലരും, ഞാൻ ഡാൻസ് കഴിഞ്ഞ് പെർഫോമൻസ് കഴിഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലരും എന്നോട് പറയാറുണ്ട്, ഞാനും കളിക്കുമായിരുന്നു മാം, സ്കൂളിൽ കളിക്കുമായിരുന്നു, ഞാനും ഡാൻസ് ചെയ്യുമായിരുന്നു, കോളേജിൽ ചെയ്യുമായിരുന്നു, കലാതിലകമായിരുന്നു. വേർ ആർ ദേ? അവരെവിടെയാണ്? ഈ കലാതിലകങ്ങൾ എവിടെ പോകുന്നു? ഞാൻ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട് ഇത് പണ്ടത്തെ കലാതിലകമായിരുന്നു എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ ആർ ദേ നോട്ട് നൗ? അവരെന്തുകൊണ്ട് ഇപ്പോഴും അല്ല? അവരെന്തുകൊണ്ട് ഒരു ഡാൻസിൻ്റെ അല്ലെങ്കിൽ ഒരു നേരത്തെ രാജശ്രീ ചേച്ചി പറഞ്ഞതുപോലെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരെന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു? സി, അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ഒരു സബ്മിഷൻ വരുന്നുണ്ട്. കല്യാണത്തിൻ്റെ തിരക്ക്, അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്തുന്നതിൻ്റെ തിരക്ക്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പ്ലീസ് ഡോണ്ട് ഫൊർഗെറ്റ് യുവർ സെൽഫ്. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഒരിക്കലും മറക്കരുത്. ഇതാണ് സർ ചോദിച്ചതിലെ വൺ ഓഫ് ദ കമാൻഡ്മെൻറ്റ്സ് എനിക്ക് പറയാനുള്ളത്. നമ്മളെന്നും നമ്മൾ ആരായിരുന്നോ അവർ തന്നെയാണ്. എൻ്റെ ക്ലയൻസ് വന്നിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്, എന്നോട് പറയാറുണ്ട്, മാഡം ഞാൻ അന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഹൂ ഈസ് സ്റ്റോപ്പിംഗ് ദം? ഡെഫിനറ്റ്ലി ഒരു ഫാമിലി സിസ്റ്റം ആയിരിക്കാം. പക്ഷേ അവിടെയും നമ്മൾ മുന്നോട്ടിറങ്ങി എനിക്കിതാണ് ചെയ്യേണ്ടത്. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, നമ്മൾ ആരെയും ഹാം ചെയ്യുന്നില്ല. നമ്മളുടേതായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് പാഷൻ്റെ ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നതിൽ ആർക്കാണ് പ്രശ്നം? അത് സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് എല്ലാം. പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ കോൺക്രീറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി, പ്രത്യേകിച്ച് 40കളിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇത് കൂടുതൽ ചെയ്യുന്നു? 40കളിലെ വസന്തം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് 40കളിൽ വരുന്നു? ബിക്കോസ് ആ സമയത്താണ് പ്രത്യേകിച്ച് തുറന്ന് പറയാനും, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഐഡൻറ്റിറ്റി കൺസോൾട്ടേഷൻ എന്ന് പറയും. അതായത് ഇതുവരെ നമ്മൾ ഒരു റോൾ ബേസിസിലായിരുന്നു. ഞാനൊരു മകളാണ്, അമ്മയാണ്, ഭാര്യയാണെന്നുള്ള ഒരു റോൾ ബേസിസിലായിരുന്നു. പക്ഷെ 40 കഴിയുമ്പോഴത്തേക്കുമാണ് കുറച്ചുകൂടെ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ ബോഡി ഓട്ടോണമി, എൻ്റെ ബോഡി ഇങ്ങനെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പാഷൻ പർസ്യൂ ചെയ്യണം എന്നൊക്കെ ഓർക്കുന്നത് മോസ്റ്റ്ലി 40s കഴിഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ പലരും പല ഏജിലുള്ളവരുണ്ട്. നിങ്ങൾക്ക് 40s ആണെങ്കിലും 50s ആണെങ്കിലും 60s ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അപ്പാർട്ട് ഫ്രം ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് യു ഹാവ് അത് പെർസ്യൂ ചെയ്യാനുള്ള ഓൾ ദ റൈറ്റ് ഉണ്ട്. ഇറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ റൈറ്റ്. പ്ലീസ് എക്സസൈസ് ദാറ്റ് റൈറ്റ് ആൻഡ് മോട്ടിവേറ്റ് യുവർ ഫാമിലി ഓൾസോ. അതുപോലെ തന്നെ 30കളിൽ നിങ്ങൾ എന്ത് ചെയ്തോ അത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ആ പാഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളാകുക. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവും. ഒരു സ്ത്രീ, ഫാമിലിയിലെ ഒരു സ്ത്രീ ഹാപ്പി ആകുമ്പോഴാണ് ആ ഹോൾ ഫാമിലി ഹാപ്പി ആവുന്നെന്നുള്ള സത്യം ആ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. മാത്രമല്ല ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ മതി എന്നുള്ള ചെറിയൊരു അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾക്ക് ചെയ്യാം. നമുക്കൊരു നല്ലൊരു സപ്പോർട്ടീവ് ഫാമിലി ആണെങ്കിൽ റെസിപ്രോക്കേറ്റ് ദാറ്റ്, അത് ചെയ്യൂ. നമ്മളൊരു കുഞ്ഞിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ട റെസ്പോൺസിബിലിറ്റി, അവന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ സീ യുവർ സെൽഫ് ഓൾസോ. അപ്പോൾ സീ യുവർ ഐഡൻറ്റിറ്റി, നമ്മളാണെന്നുള്ള ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു. ചോദ്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലാക്കാൻ ശ്രദ്ധിക്കുക പ്ലീസ്. ഇത് ഈ രണ്ടുപേർക്കും അവിടെ ആരതി നായർക്കും രാജശ്രീ ടീച്ചറിനുമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ കേസുണ്ടല്ലോ, ഈ ആഫ്റ്റർ ആൾ വാട്ട് ഈസ് ലൈഫ്, ഇറ്റ്സ് എ റാൻഡം അൽഗോരിതം. വളരെ മെസ്സി ആയിട്ടുള്ള അൽഗോരിതമാണ് ലൈഫ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അതിലേക്ക് വരാം. ഹ്യൂമൻ സ്പീഷീസിൻ്റെ പകുതിയിലധികമായിട്ടുള്ള ഫീമെയിൽ ഫെയർ സെക്സ് എന്ന് പറയുന്ന മോസ്റ്റ് അൺഫെയർ സെക്സിലായിട്ട് കണക്കാക്കപ്പെടുന്നവർക്ക് പാട്രിയാർക്കിയുടെ ബുൾഡോസിലായിരുന്നു ഇതുവരെ. ഇപ്പോഴെങ്കിലും രാജശ്രീ ടീച്ചർ ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടല്ലോ ഈ 40 വയസ്സിൽ, അല്ലെങ്കിൽ ആ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടല്ലോ. പിന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ കേസ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂഡ് ഹാർമോണൽ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ മാത്രമല്ല, നമ്മളിവിടെ ആൻഡ്രജനൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അല്ല, ആ ലെവലിലേക്കാണ് ഇന്നത്തെ കാലം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതികരണം അറിയാം സർ. ഒന്നാമത് എന്നോട് ലേഡീസിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ജെൻസിനെ പറ്റി ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആൻഡ്രോപോസിനെ പറ്റി പറഞ്ഞേനെ. എൻ്റെ അടുത്ത് പ്രത്യേകിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് വരുമോ? തീർച്ചയായിട്ടും വരുമല്ലോ.
അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും കൂടുതൽ എനിക്കൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും, എനിക്ക് ഈക്വലൻറ്റ് ബേസിസിലാണ് മെൻ ക്ലയൻസും ഫീമെയിൽ ക്ലയൻസും വരുന്നത്. രണ്ടുപേരുടെ ബുദ്ധിമുട്ടുകളും ഞാൻ കാണുന്നതാണ്. എനിക്ക് രണ്ടുപേരോടും ഈക്വൽ ആയിട്ടുള്ള കൺസിഡറേഷനാണ് ഉള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് രണ്ടുമുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ സ്ത്രീകളിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് അത്ര വിശദമായി ഞാൻ പറഞ്ഞത്. ഓക്കെ, എൻ്റെ ചോദ്യം രാജശ്രീ ടീച്ചറിനോടാണ് മെയിനായിട്ട്, ബാക്കിയുള്ളവർക്കും പറയാം. ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണെന്നും അതൊരു അറേഞ്ച്മെൻ്റ് ആണെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാനും നാളുകൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ റിട്ടയർമെൻറ്റ് സാധ്യതയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് നമ്മളതിനെ മാറ്റുന്നതിനെക്കുറിച്ച് രാജശ്രീ ടീച്ചർ എന്ത് പറയുന്നു? എന്നെ കൊണ്ട് പറയിച്ചേ അടങ്ങൂല. അത് എന്നെ കൊണ്ട് പറയിച്ചിട്ട് വേണം നാളെ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം വിവാഹ ജീവിതത്തിൽ പിന്നെ റിട്ടയർമെൻറ്റ് വേണം രാജശ്രീ എന്നിട്ട് അതിൻ്റെ ഇടയിൽ തെറി വായിക്കാൻ. അതാണല്ലോ ഉദ്ദേശം. എന്തായാലും നടക്കട്ടെ. അല്ല, റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അതായത് സമയമില്ല എന്നാലും പറയാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ എന്തുകൊണ്ടാണ് സ്വന്തം ഭർത്താവിനോട് എനിക്കത് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ പറ്റാതിരുന്നത്? കാരണം ഞങ്ങളെല്ലാം ആൺകുട്ടികളോട് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ എല്ലാം കാലത്ത്. ഒരു പയ്യനോട് സംസാരിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സഹപാഠിയുടെ പഠിത്തം മുടക്കിയിട്ടുണ്ട് അവളുടെ വീട്ടുകാർ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടപഴകിയിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അത് വേണം എന്നങ്ങാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ വരും അതിന് വേറെ കമൻറ്റുകളാണ് വരിക. അതായത് എങ്ങനെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മനസ്സിലാക്കുന്നത്? മനുഷ്യജീവികൾ എന്നുള്ള രീതിയിൽ ഇവർ തമ്മിലൊരു അപ്പാർത്തൈഡ് ഉണ്ടാക്കാനാണ് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും പരസ്പരം മനസ്സിലാക്കാനോ ഇടപഴകാനോ അവസരം കിട്ടാത്ത രണ്ട് മനുഷ്യരെ, അല്ലെങ്കിൽ രണ്ട് മനുഷ്യ വിഭാഗങ്ങളിൽ, രണ്ട് ലിംഗവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ ഒരു ദിവസം നാട്ടുകാരെല്ലാം കൂടി തീരുമാനിച്ച് നേരെ കെട്ടിക്കോ, ഇനി മുതൽ സന്താനാഭിവൃദ്ധി നടത്തിക്കോ എന്ന് അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ ചെയ്യുന്നത്. അതല്ലേ വിവാഹം എന്ന് പറയുന്ന ഏർപ്പാട്. ഇതൊന്നും മനസ്സിലാക്കി ജീവിക്കാനുള്ളൊരു സെറ്റപ്പ് ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പരസ്പരം ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം കൊടുക്കുക. പിന്നെ ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും, ചില ആൾക്കാരെ ഒരു ജീവിതകാലം കൊണ്ടും മനസ്സിലായെന്നും വരില്ല. ഇനി ഒരു തവണ ഇറങ്ങിപ്പോയ ഒരു കിണർ, അതിൽ നിന്ന് തിരിച്ചു കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും തരത്തിൽ സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ, അതിലങ്ങ് പിടിച്ചു നിൽക്കാനാണ് പൊതുവെ എല്ലാ മനുഷ്യരും, സ്ത്രീകളും പുരുഷന്മാരും ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് സാധ്യത എങ്ങാൻ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഇവിടുത്തെ പുരുഷന്മാരായിരിക്കും. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അവരും അത്തരത്തിൽ മറ്റ് ചില പ്രശ്നങ്ങൾക്കകത്താണ് ഉള്ളത്. അപ്പോൾ ഇത് ആലോചിക്കാവുന്ന സാധ്യതയാണ് സാറേ. നമുക്ക് റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ട് ഗൗരവമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു എന്താ പറയുക, പ്രൊബേഷൻ പീരീഡും കൂടി നമുക്ക് ഏർപ്പാടാക്കാം. ഇവിടെ ഇരിക്കുന്നവർ 35കളിലും 40കളിലും പൂക്കാൻ തുടങ്ങിയവരാണ്. ഞാൻ 50 കഴിഞ്ഞ് പൂക്കാൻ തുടങ്ങിയ ഒരു സ്ത്രീയാണ്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ക്രൂരതകൾ അനുഭവിച്ചവരാണ്. അപ്പം പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു അമ്മയും മകളും കൂടെ ആത്മഹത്യ ചെയ്ത് ഇപ്പോഴും പൂക്കാൻ അറിഞ്ഞുകൂടാത്തവരും ഈ സമൂഹത്തിലുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇത്രയെങ്കിലുമൊക്കെ ലോകം ഉണ്ടെന്നെങ്കിലും അറിയാനുള്ള അവസരങ്ങളും ഭാഗ്യം കിട്ടിയവരാണ് ഇവിടെ എത്തിയവർ. ഇവിടെയും എത്താത്ത ഇനിയും എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെ 60കളിലും 50കളിലും ഒക്കെ കഴിഞ്ഞവരും കൊച്ചു കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം പൂക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ 3 പേരുടെയും നല്ല ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എനിക്കും കുറച്ചുകൂടെ എൻ്റെ കുട്ടികളിലും എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവരുടെ 3 പേരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, ഇനി അതിനെപ്പറ്റി എന്തെല്ലാം ആശയങ്ങളാണുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ ചേച്ചി. എന്തായാലും കൺഗ്രാജുലേഷൻസ് 50ക്ക് ശേഷം ഇത്രയും മനോഹരമായിട്ട് ലൈഫിനെ കൊണ്ടുപോകുന്നതിന്. പിന്നെ സ്വന്തം സ്വാതന്ത്ര്യത്തിനെ പറ്റി ബോധവതികളാകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർക്ക് എവിടെയാണ് ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ്. ഇപ്പം ഇപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും ഒരാളും നമ്മളെ ഓവർ പവർ ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം പലപ്പോഴും ഇപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണ് ചതിക്കപ്പെടുന്നത്, അറിയാമല്ലോ. അപ്പോൾ സ്നേഹം അതിനൊരു ബൗണ്ടറി ഉണ്ട്. അത് എത്രത്തോളം കൊടുക്കണം, എത്രത്തോളം ഞാൻ എന്നെ തന്നെ കാണണം, നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ പ്രയോറിറ്റൈസ് എന്നുള്ളത് സെൽഫിഷ്നെസ് എന്നല്ല ഉദ്ദേശം. മറ്റുള്ളവരെയും കൂടെ നമ്മുടെ സർക്കിളിലേക്ക് ആക്കി അവരെയും കൂടെ പരിഗണിച്ച് നമ്മളുടെ
റൈറ്റ്സ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്, അതും അവർ നോക്കുക എന്നുള്ളതാണ്. നല്ല എഡ്യൂക്കേഷൻ, നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം, അവർക്ക് ഫിനാൻസ് വേണം, സ്വന്തമായിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തിലേക്ക് കൊണ്ടുവരണം. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യണം. ഷീ ക്യാൻ ബി എ പ്രൊവൈഡർ ഓൾസോ, അല്ലേ? ഒരു പ്രത്യേകിച്ച് വിമനെ പറ്റിയിട്ടല്ലേ ചോദിച്ചത്, ഗേൾസിനെ പറ്റിയിട്ടല്ലേ ചോദിച്ചത്. ഗേൾസിന് ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ വളരെ അത്യാവശ്യമാണ്. അത് ഒരാളുടെ ഒരു ചിറകിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പല സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നേരത്തെ നിഷ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. പക്ഷെ എങ്കിലും പ്രാക്ടിക്കലി ഒരു പെണ്ണിന് അവളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം, സെൽഫ് റിലയൻറ്റ്, ഒരു എനിക്കിതാണ് വേണ്ടത്, അസർട്ടീവ്നെസ് എന്ന് നമ്മൾ പറയും ഞങ്ങളുടെ ഭാഷയിൽ. അസർട്ടീവ്നെസ് എന്ന് വെച്ചാൽ യെസ് ഐ നീഡ് ദിസ്, നോ ഐ ഡോണ്ട് നീഡ് ദാറ്റ് എന്ന് പറയാനുള്ള കഴിവ് ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും വേണം. പിന്നെ നല്ലൊരു റുട്ടീൻ, ലൈഫിൽ നല്ല റുട്ടീൻ സെറ്റ് ചെയ്യണം. നല്ലതായിട്ട് എക്സസൈസ് ആണെങ്കിലും അതുപോലുള്ള, അതൊരു ചെറിയ കാര്യമാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് ആരും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിട്ട ഉണ്ടാകുമ്പോഴത്തേക്കും ആരും അതിൽ കയറി ഒരുപാട് അതിൻ്റെ അതിരുകൾ നമുക്കത് വിട്ടുപോകാൻ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം വളരെ മനോഹരമായിട്ടുണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, സെൽഫ് കൺട്രോൾ, അസർട്ടീവ്നെസ് ആൻഡ് നോയിങ് ദ ബൗണ്ടറി ആൻഡ് സ്പീക്കിംഗ് ഫോർ വൺ സെൽഫ്. ഇതാണ് ഇപ്പോഴത്തെ ഈ ടൈം പരിധിക്കുള്ളിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ. താങ്ക് യു. ഒറ്റ നിമിഷം, ഇത്രയും കൂടി ഞാൻ പറയുന്നു. സ്ത്രീ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പൂക്കലുകളുണ്ട്. 40 ശേഷം മാത്രമൊന്നല്ല, മുമ്പും പിമ്പും ഒക്കെ പൂക്കലുണ്ട്. പക്ഷെ നാം പൂക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും സുന്ദരമായ കാര്യം. അത് ഓർത്തിരിക്കുക. മറ്റൊരാൾ പൂക്കുന്നത് പോലെ നമുക്ക് പൂക്കാനും സാധിക്കില്ല. കാരണം എല്ലാ ചെടികളും ഒരുപോലെ അല്ല പൂക്കുക, എല്ലാ ചെടികളും ഒരേ കാലത്തല്ല പൂക്കുക. അവസാനമായിട്ട് പറയുന്നു, സോഷ്യൽ മീഡിയ റീൽസ് കണ്ടിട്ട് അതുപോലെ പൂക്കാൻ ശ്രമിക്കരുത്. അത് കുറേ കൂടി പ്രശ്നമാണ്. നാം പരസ്പരം കമ്പയർ ചെയ്യും, അയ്യോ എനിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നുകയും ചെയ്യും. അതായത് എനിക്ക് അതുപോലെ പൂക്കാൻ പറ്റുന്നില്ല, അതുപോലെ പൂക്കാൻ പറ്റില്ല. പൂക്കൽ വളരെ ജൈവികമായൊരു പ്രക്രിയയാണ്. അത് മനസ്സുകൊണ്ടാണ് ഉണ്ടാവുക. നമ്മുടെ വീടുകളിൽ എല്ലാ സ്ത്രീകളും ആ ജന്മത്തിൻ്റെ തുടക്കം മുതൽ അറ്റം വരെ പലതരത്തിൽ പൂത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പൂക്കളെ കണ്ടറിയുക എന്നുള്ളതാണ് പ്രധാനം. ആരും കണ്ടില്ലെങ്കിലും എല്ലാ ചെടികളും പൂക്കും, പൂക്കുന്നവ പൂക്കും. അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. താരതമ്യം ചെയ്യരുത്. ഗൃഹലക്ഷ്മിയുടെ കവറിൽ ശ്രീമതി രാധിക സുരേഷ് ഗോപിയുടെ ഫോട്ടോ കണ്ടിരുന്നു. വളരെ സുന്ദരമായൊരു നീക്കമായിരുന്നു അത്. ഒരു വനിതാ മാസികയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പരിധികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചില സപ്പോർട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ ജീവിതത്തിൽ ഇതുവരെ മോഡലിംഗ് ഒന്നും ചെയ്യാത്ത ഞാനൊരു സാരിയൊക്കെ എടുത്ത് മോഡലിങ്ങിന് പോയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നൽകുന്ന ഒരു പിയർ സപ്പോർട്ടിൻ്റെ ഭാഗമാണ്. സ്ത്രീക്ക് അത് ആവശ്യമാണ്. അത്തരത്തിലുള്ള ചില ഒരുപാട് പൂക്കലുകൾ ചേർന്നാണ് നമ്മളൊക്കെ നിത്യവസന്തങ്ങളായിരിക്കുന്നത്. നന്ദി. താങ്ക് യു മാം. താങ്ക് യു സാർ. സമയപരിധി മൂലം ചോദ്യോത്തരവേള ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ ആരതി കെ നായർക്കും ശ്രീ നിഷ രത്നമ്മയ്ക്കും സ്നേഹോപകാരം നൽകാനായി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ശ്രീ ജീവ മറിയ ജോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാം പ്ലീസ്.